ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ സയൻസിന്റെ 9th ചാപ്റ്റർ, അതായത് ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ, അതിലെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. നെയിം ദ ടൈപ്പ് ഓഫ് മിറർ യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. ഇതിൽ ഫസ്റ്റ് ഹെഡ്ലൈറ്റ് ഓഫ് എ കാർ. ഹെഡ്ലൈറ്റിൽ യൂസ് ചെയ്യുന്ന മിറർ ഏതാണ്, അതിന്റെ പ്രത്യേകത. ബി ക്വസ്റ്റ്യൻ സൈഡ് ഓർ റിയർ വ്യൂ മിറർ ഓഫ് എ ബൈക്ക്. വണ്ടിയുടെ റിയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് മിറർ? സി സോളാർ ഫർണസ്. സോളാർ ഫർണസിൽ യൂസ് ചെയ്യുന്നത് ഏത് മിററാണ്? സപ്പോർട്ട് യുവർ ആൻസർ വിത്ത് റീസൺ. അതിനെക്കുറിച്ച് വിശദീകരിക്കണം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹെഡ്ലൈറ്റ്സ് ഓഫ് എ കാർ. കാറിന്റെ ഹെഡ്ലൈറ്റിൽ കോൺകേവ് മിററാണ് യൂസ് ചെയ്യുന്നത്. വെൻ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് അറ്റ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ, rays coming from object direct parallel to the principal axis forms a highly enlarged real and inverted image at infinity. വണ്ടിയുടെ ഹെഡ്ലൈറ്റിലാണ്. ഹെഡ്ലൈറ്റിൽ നോക്കിയാൽ നമുക്കറിയാം, ഹെഡ്ലൈറ്റ് ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടുണ്ടിരിക്കുക. ഹെഡ്ലൈറ്റിന്റെ റിഫ്ലക്ടർ അതൊരു കോൺകേവ് മിററാണ്. അപ്പോൾ വെൻ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് അറ്റ് പ്രിൻസിപ്പൽ ഫോക്കസ്, അപ്പൊ അതിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിലായിരിക്കും നമ്മുടെ ബൾബ് ഉണ്ടാവും. rays coming from object direct parallel to the principal axis forms a highly enlarged real and inverted image at infinity. Thus, in headlights of a car, by placing bulb, source of light, a bulb at principal focus, bulb principal focus of a concave mirror. അപ്പോൾ ഇത് concave mirror ആണല്ലോ ഹെഡ്ലൈറ്റിന്റെ ഉള്ളിലുള്ളത്. A parallel beam of light is obtained which goes up to infinity. അപ്പോൾ അവിടെ ഹെഡ്ലൈറ്റിന്റെ റിഫ്ലക്ടറിൽ തട്ടി അത് റിഫ്ലക്ട് ചെയ്ത്, ഫോക്കസിലാണ് നമ്മൾ ബൾബ് വെക്കുന്നത്, ആ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് എ പാരലൽ ബീം ഓഫ് ലൈറ്റ് ഈസ് ഒബ്റ്റൈൻ വിച്ച് ഗോസ് അപ് ടു ഇൻഫിനിറ്റി, അത് അതിലേക്ക് പോകും. ദിസ് ഫെസിലിറ്റേറ്റ് ബെറ്റർ വിഷൻ അപ് ടു എ ലോങ് ഡിസ്റ്റൻസ് ടു ദ ഡ്രൈവ്. അപ്പോൾ ബൾബ് റിഫ്ലക്ടറിൽ തട്ടി, അതായത് കോൺകേവ് മിററാണ്, അതിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് ഒരു വൈഡ് റേഞ്ചിലേക്ക് ഈ ലൈറ്റ് പോകുന്നു. അങ്ങനെ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് ഈ ലൈറ്റ് ഡ്രൈവർക്ക് കാണാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ ഹെഡ്ലൈറ്റിൽ യൂസ് ചെയ്യുന്ന കോൺകേവ് മിററാണ്. ഏതെങ്കിലും വണ്ടിയുടെ ഹെഡ്ലൈറ്റ് നോക്കിയാൽ അറിയാം, ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ട് ആണ് അതിന്റെ റിഫ്ലക്ടർ ഉണ്ടാവുക. അത് കോൺകേവ് മിററാണ്. അതിന്റെ ഫോക്കസിലായിരിക്കും ആ ബൾബ് ഉണ്ടാവുക. അപ്പോൾ ബൾബിൽ നിന്ന് കിട്ടുന്ന ലൈറ്റ് ഈ മിററിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് അകലേക്ക് അപ് ടു ഇൻഫിനിറ്റി അതിലേക്ക് പോകുന്നു. ഒരു ക്ലിയർ വിഷൻ അവിടെ കാണാൻ പറ്റും. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ, സൈഡ് അല്ലെങ്കിൽ റിയർ വ്യൂ മിറർ ഓഫ് എ ബൈക്ക്. മനസ്സിലാലോചിക്കുക, വണ്ടിയുടെ റിയർ വ്യൂ മിറർ അല്ലെങ്കിൽ സൈഡ് മിറർ അതൊരു കോൺവെക്സ് മിറർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. കോൺവെക്സ് മിറർ ഈസ് യൂസ്ഡ്. എ കോൺവെക്സ് മിറർ ഗിവ്സ് ആൻ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ്. കോൺവെക്സ് മിററിൽ എപ്പോഴും നിവർന്നതും ചെറുതുമായി ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇമേജ് ചെറുതാകുമ്പോൾ തന്നെ കോൺവെക്സ് മിറർ പുറത്തേക്ക് തള്ളിയിട്ടാണ് ഉണ്ടാവുക. പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാകാം, സൂക്ഷിച്ചു നോക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് കോൺവെക്സ് മിറർ എന്ന് വെച്ചാൽ പുറത്തേക്ക് തള്ളുക എന്ന് മനസ്സിലാവും. പക്ഷെ വണ്ടിയുടെ മിററിൽ നോക്കിയാൽ ചെറുതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് വലിയ വണ്ടികളിലൊക്കെ ആണെങ്കിൽ ആ ഒരു ഷേപ്പ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ബസ്സിന്റെ ലോറിയുടെ ഒക്കെ പുറമെ എക്സ്ട്രാ വെച്ചേക്കുന്ന വലിയൊരു മിറർ നോക്കിയാൽ കോൺവെക്സ് ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ വെച്ചിരിക്കുന്ന വളവിലൊക്കെ വെച്ചേക്കുന്ന മിറർ അതൊരു കോൺവെക്സ് മിറർ ആയിരിക്കും. ചെറിയ കാറിലൊക്കെയാണ് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ലെന്നുള്ളൂ, പക്ഷെ സൂക്ഷിച്ച് നോക്കിയാൽ അത് തിരിയും. എ കോൺവെക്സ് മിറർ ഹാസ് വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ ആസ് ഇറ്റ് കവേർഡ് ഔട്ട്വേർഡ്സ് വിച്ച് എനേബിൾ എ ഡ്രൈവർ ടു വ്യൂ ലാർജർ ഏരിയ ദാൻ വുഡ് ബി പോസിബിൾ വിത്ത് എ പ്ലെയിൻ മിറർ ആൻഡ് എനേബിൾസ് ഡ്രൈവർ ടു സീ ട്രാഫിക് ബിഹൈൻഡ്. സാധാരണ ഒരു പ്ലെയിൻ മിററിൽ വളരെ ചെറിയ ഏരിയ കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇവിടെ കോൺവെക്സ് മിറർ വെക്കുമ്പോൾ ഇറ്റ് ഈസ് കർവ്ഡ് ഔട്ട്വാർഡ്സ്, പുറമേക്ക് തള്ളി വളഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ റിഫ്ലക്ട് ചെയ്ത് വരുമ്പോൾ ഒരു ലാർജർ ഏരിയ കവർ ചെയ്യാൻ പറ്റും. ഇത് വലിപ്പം കൂട്ടിയല്ല, വലിപ്പം കുറച്ചാണ് കാണിക്കുക, പക്ഷെ ഒരു ലാർജർ ഏരിയ കാണാൻ പറ്റും. അപ്പോൾ പുറകിലുള്ള വണ്ടിയോ റോഡോ ട്രാഫിക് എല്ലാം വളരെ വ്യക്തമായിട്ട് കൂടുതൽ ഏരിയ കവർ ചെയ്ത് അത്രയും കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് സൈഡ് അല്ലെങ്കിൽ റിയർ വ്യൂ മിറർ ഒരു കോൺവെക്സ് മിറർ യൂസ് ചെയ്യാനുള്ള കാരണം. അടുത്ത സോളാർ ഫർണസ്. എ കോൺകേവ് മിറർ ഓഫ് എ ലാർജ് അപ്പർച്ചർ ഈസ് യൂസ്ഡ്. ഇവിടെ കോൺകേവ് മിറർ ആണ് യൂസ് ചെയ്യുന്നത്.
A concave mirror converges light rays coming parallel to its principal axis from infinity at its principal focus. അകലെ നിന്ന് വരുന്ന, അതായത് എപ്പോഴും നമ്മൾ കണക്ക് കൂട്ടുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് അത് പ്രിൻസിപ്പൽ ഫോക്കസിലേക്ക് അതിനെ കൺവേർജ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യും. ബൈ കൺവേർജിങ് റേസ് ഓഫ് ലൈറ്റ് അറ്റ് എ പോയിന്റ്, അതൊരു പോയിന്റിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ അത് കൺവേർജ് ചെയ്യുമ്പോൾ ഓൾ ഹീറ്റ് ഓഫ് ലൈറ്റ് ഗെറ്റ്സ് ഫോക്കസ്ഡ് ടു വൺ പോയിന്റ് ആൻഡ് പ്രൊഡ്യൂസ് എനോർമസ് ഹീറ്റ്. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന അവിടെ വരുന്ന എല്ലാ ലൈറ്റ് റേസും ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യും. അപ്പോൾ ഈ ലൈറ്റ് അവിടെ ഹീറ്റും എല്ലാം ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റിൽ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ നമുക്ക് ഹീറ്റാണ് ആവശ്യം. ദസ് in a solar furnace, a concave mirror having large size of aperture is used. അപ്പോൾ ആ ലാർജ് സൈസ് ഓഫ് അപ്പർച്ചർ ഉള്ള ഒരു കോൺകേവ് മിറർ യൂസ് ചെയ്യുമ്പോൾ ആ മിററിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റ് കൺവേർജ് ചെയ്ത് ഒരു പോയിന്റിലേക്ക് എല്ലാ ലൈറ്റും കൂടെ ഫോക്കസ് ചെയ്യും. അപ്പൊ ആ പോയിന്റിൽ കൂടുതലായി ഹീറ്റ് ഉണ്ടാകും. ഫർണസിന് വേണ്ടത് ഹീറ്റാണ്. അപ്പോൾ ഓൾ ഹീറ്റ് ഓഫ് ലൈറ്റ് ഗെറ്റ്സ് ഫോക്കസ്ഡ് at one point and produce enormous heat. ഇതാണ് സോളാർ ഫർണസിൽ കോൺകേവ് മിറർ യൂസ് ചെയ്യുന്ന കാരണം. ഇതിലെ 9th ക്വസ്റ്റ്യൻ. 1/2 of a convex lens is covered with a black paper. Will this lens produce a complete image of the object? ഒരു കോൺവെക്സ് ലെൻസിന്റെ പകുതി ഭാഗം ഒരു കറുത്ത പേപ്പർ വെച്ചിട്ട് കവർ ചെയ്താൽ അവിടെ മുഴുവനായിട്ടുള്ള ഇമേജ് ഫോം ചെയ്യുമോ? വെരിഫൈ യുവർ ആൻസർ എക്സ്പെരിമെന്റലി. എക്സ്പ്ലെയിൻ യുവർ ഒബ്സർവേഷൻസ്. ഇതിന്റെ ആൻസർ എസ് എന്നാണ്. ദിസ് ലെൻസ് വിൽ പ്രൊഡ്യൂസ് എ കംപ്ലീറ്റ് ഇമേജ് ഓഫ് ദ ഒബ്ജക്ട്. എന്തായാലും കംപ്ലീറ്റ് ഇമേജ് തന്നെ ഇവിടെ ഉണ്ടാക്കും, പക്ഷെ ഇമേജിന് ഇന്റൻസിറ്റി കുറവായിരിക്കും. ദ നേച്ചർ, സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ദ ഇമേജ് വിൽ നോട്ട് ചേഞ്ച്, ബട്ട് ദ ഇന്റൻസിറ്റി ഓഫ് ദ ഇമേജ് വിൽ ബിക്കം ഹാഫ്. കാരണം എല്ലാ റേസും പകുതി മറച്ചു കഴിയുമ്പം എത്തൂല, പക്ഷേ എത്തുന്ന റേസിന്റെ എണ്ണം കുറവായിരിക്കും. എങ്കിലും കംപ്ലീറ്റ് ഇമേജ് ഫോം ചെയ്യും. നേച്ചർ, സൈസ്, ലൊക്കേഷൻ എല്ലാം ഒരുപോലെ തന്നെ കിട്ടും. പക്ഷേ ബ്ലാക്ക് പേപ്പർ വെച്ച് മറച്ചു കഴിയുമ്പോൾ കുറച്ച് റേസ് എത്താൻ പറ്റാത്തതുകൊണ്ട് ഇമേജ് പകുതിയായി പോകൂല, ഇമേജ് മൊത്തമായിട്ട് തന്നെ കിട്ടും. പക്ഷേ ഇമേജിന്റെ ഇന്റൻസിറ്റി കുറയും. ഇനി ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്, നമുക്ക് പടം ഫിഗർ വരച്ചു നോക്കാം. An object is placed in front of it, say between f1 and 2f. It produces a real and inverted image beyond 2f2. Experiment is repeated by placing object at different positions. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ലെൻസിന് മുന്നിൽ വെച്ച് നോക്കുക. f1നും 2f1നും ഇടയിൽ, എഫിനും സിക്കും ഇടയിൽ വെച്ച് നോക്കുക. It produces a real and inverted image beyond 2f2. ഓപ്പോസിറ്റ് സൈഡിൽ 2f2വിന്റെ അപ്പുറം ഒരു റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഉണ്ടാകും. എക്സ്പെരിമെന്റ് ഈസ് റിപ്പീറ്റഡ് ബൈ പ്ലേസിംഗ് ഒബ്ജക്ട് അറ്റ് ഡിഫറെന്റ് പൊസിഷൻസ്. ഇതിന്റെ പൊസിഷൻസ് മാറ്റി നോക്കുക. ഇൻ ഓൾ കേസസ് ഇമേജ് ഈസ് ഫോം. എല്ലാ കേസിലും ഇമേജ് ഉണ്ടാവും. സിൻസ് റേസ് കമ്മിങ് ഫ്രം ദ ഒബ്ജക്ട് പാസസ് ത്രൂ ദ അപ്പർ പാർട്ട് ആൻഡ് ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ദ ലെൻസ്. സോ ഹാഫ് പോർഷൻ കവേർഡ് കോൺവെക്സ് ലെൻസ് വിത്ത് ബ്ലാക്ക് പേപ്പർ പ്രൊഡ്യൂസസ് കംപ്ലീറ്റ് ഇമേജ് ഈസിലി. കംപ്ലീറ്റ് ഇമേജ് ഉണ്ടാവും. ഇനി ഫിഗർ നോക്കാം. ഇവിടെ നമ്മൾ ഫിഗർ വരച്ചിട്ടുണ്ട്. ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് f1നും 2f1നും, എഫിനും സിക്കും ഇടയിലാണ്. അപ്പൊ ഇവിടെ 2f2ന് അതായത് C2ന് അപ്പുറം ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ ഫിഗർ വരച്ചിട്ടേ ഉള്ളൂ, ചെയ്ത് നോക്കി കൃത്യമായിട്ട് മനസ്സിലാവും. എക്സ്പെരിമെന്റ് ആണ് നമ്മളിപ്പോ തിയറി ആയിട്ട് പറയുന്നുള്ളൂ. ഇവിടുന്ന് വരുന്ന എല്ലാ റേസും കൃത്യമായിട്ട് ഇവിടെ എത്തുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ഈ പകുതി ഭാഗം മറച്ചു വെച്ചുകൊണ്ട് ഇമേജ് ഫോം ചെയ്യാതിരിക്കുന്നില്ല. ഇവിടെ പറഞ്ഞാൽ ഒബ്ജക്ട് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ് ബിറ്റ്വീൻ f1 ആൻഡ് 2f. നമ്മൾ f1നും 2fനും ഇടയിൽ ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് പ്രൊഡ്യൂസസ് എ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ബിയോണ്ട് 2f2. 2f2നപ്പുറം ഒരു റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. എക്സ്പെരിമെന്റ് ഈസ് റിപ്പീറ്റഡ് ബൈ പ്ലേസിംഗ് ഒബ്ജക്ട് അറ്റ് ഡിഫറെന്റ് പൊസിഷൻസ്. മാറ്റി മാറ്റി വെച്ച് നോക്കുക. ഒരു പൊസിഷൻ നമ്മൾ വരച്ചിട്ടുള്ളൂ. ഇൻ ഓൾ കേസസ് ഇമേജ് ഈസ് ഫോം. എല്ലാ
കേസിലും ഇമേജ് ഉണ്ടാകും. സിൻസ് റേസ് കമ്മിങ് ഫ്രം ഒബ്ജക്ട് പാസസ് ത്രൂ the upper part and optical center of the lens. So, half portion covered convex lens with black paper produces complete image easily. Complete image ഉണ്ടാകും. ഇമേജ് ഉണ്ടാകുന്നതിനോ ഇമേജിന്റെ സൈസിനോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഹാഫ് പോർഷൻ കവർ ചെയ്യുമ്പോൾ ഇന്റൻസിറ്റി കുറയും. നല്ല തെളിഞ്ഞ ഒരു ഇമേജ് ആയിരിക്കില്ല. സാധാരണ ഫുൾ ലെൻസ് വെക്കുന്ന പോലെ അത്രയും ക്ലിയർ ആയിട്ടുള്ള തെളിഞ്ഞ ഇമേജ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇമേജ് മുഴുവനായി തന്നെ ഇവിടെ ഫോം ചെയ്യും.